ഹായ് ഡ്യൂസ് വെൽക്കം ബാക്ക്. ഇന്ന് ബട്ടർ ചിക്കൻ ആണ് തയ്യാറാക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ബട്ടർ ചിക്കൻ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എൻ്റെ തയ്യാറാക്കുന്ന ഈ ഒരു ബട്ടർ ചിക്കൻ ചപ്പാത്തി, പെറോട്ട, ഫ്രൈഡ് റൈസ്, നാൻ എന്നിവയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതുപോലത്തെ നല്ല സൂപ്പർ ടേസ്റ്റിയും അതുപോലെ അട്രാക്റ്റീവുമായിട്ടുള്ള ബട്ടർ ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ ചെയ്തെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചിക്കൻ വൃത്തിയായി കഴുകിയെടുക്കുക. ശേഷം ഇതിലേക്ക് തൈര് ചേർക്കാം. തൈര് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. നല്ല കട്ട തൈര്, നമ്മുടെ മിൽക്കി മിസ്റ്റ് തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ശേഷം ഇതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കസൂരി മേത്തി എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് നമുക്ക് എത്ര ആണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. മിനിമം 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം വറുത്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. എത്രയാണോ സവാള എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി തക്കാളി എടുക്കാൻ ശ്രമിക്കുക. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനീസ്, ജീരകം എന്നിവ ചേർത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇത് ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാൻ. നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ നന്നായി ഒന്ന് പൊടികളെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. സവാള വഴറ്റുന്ന സമയത്ത് ഒരു 6-7 കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ്, നല്ല റിച്ച് ഗ്രേവി. അരച്ചെടുക്കുമ്പോൾ 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. ഇനി ഇങ്ങനെ അരച്ചെടുത്ത ഗ്രേവി ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഒരു അടുപ്പിൽ പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം ബട്ടർ ചേർക്കാം. ബട്ടർ താല്പര്യമുള്ളിടത്തോളം ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മുതൽ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് ഇതിലേക്ക് ഗ്രേവി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ബട്ടറും ഗ്രേവിയും കൂടെ നന്നായി ബട്ടറിൽ സോട്ട് ചെയ്തെടുത്ത ഗ്രേവിയിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ചേർക്കാം. ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി കസൂരി മേത്തി, മല്ലിയില എന്നിവ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പിൻ്റെ പാകം ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് കറിയിലേക്ക് ഒരു നുള്ള് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടിയും കസൂരി മേത്തിയും ആണ് ബട്ടർ ചിക്കന് ടേസ്റ്റ് കൂട്ടുന്ന 2 ഐറ്റംസ്. അപ്പോൾ അത് മറക്കാതെ ചേർക്കാൻ ശ്രമിക്കുക. നല്ലൊരു അട്രാക്ഷൻ വരാൻ വേണ്ടി അല്പം ബട്ടർ മെൽറ്റ് ചെയ്തതും അല്പം ഫ്രഷ് ക്രീമും കൂടി കറിയുടെ ടോപ്പിലായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു ബട്ടർ ചിക്കനാണ് ഇവിടെ. അപ്പോൾ ബട്ടർ ചിക്കൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.